ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ സച്ചിനെ ഇറക്കിക്കൊണ്ട് വന്ന രേവതിനെയും സച്ചിനെയാണ്. കിട്ടിയ അവസരം പാഴാക്കിയില്ല, ചന്ദ്ര കൊടുത്തു കേട്ടോ. അയ്യോ, പിന്നെ സൗകര്യമില്ലായിരുന്നു നമ്മുടെ രേവതി സച്ചിയും കാരണം, നാണക്കേട് കാരണം ചന്ദ്രയ്ക്ക് വെളിയിലിറങ്ങി നടക്കത്തില്ല അത്രേ. അതൊക്കെയാണ് നമ്മുടെ ചന്ദ്രയുടെ ഒരു ഇത്. ഏതായാലും ചന്ദ്ര ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ അവിടെയുണ്ട്. രവീന്ദ്രന്റെ മുഖത്ത് അത്രയ്ക്ക് ചിരിയോ എന്താ പറയാ, നമ്മുടെ സച്ചിയോട് മിണ്ടാനോ ഒന്നും നിന്നില്ല. അതുകൊണ്ട് തന്നെ സച്ചിക്ക് ഭയങ്കര വിഷമായി. സച്ചി ചോദിച്ചു, എന്താ അച്ഛാ അച്ഛൻ എന്നോട് മിണ്ടാത്തത്? അച്ഛൻ എന്താ അച്ഛാ, അച്ഛൻ രണ്ട് വഴക്കെങ്കിലും പറയാച്ചാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നിന്നോട് വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാ സച്ചി ഞാൻ നിന്നെ വഴക്ക് പറയാത്തത്. ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ നീ ചെയ്തത്? ആരെങ്കിലും ഇങ്ങനെ നടുറോട്ടിൽ സ്വന്തം ഭാര്യനെ ഇട്ട് തല്ലുന്നത് ഡ്രാമയായിട്ടൊക്കെ കളിച്ച് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്യുവോ? നിനക്ക് എന്താ ലേശം ബുദ്ധിയും വെളിവും ഇല്ലേ? അല്ല, നിന്റെ ഭാര്യയ്ക്കെങ്കിലും ഇച്ചിരി വെളിവും ബുദ്ധിയും ഉണ്ടെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷെ അവളും ഇതിന് നിന്റെ കൂടെ കൂട്ടു നിന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ട് സങ്കടം തോന്നുക മക്കളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സച്ചി പറഞ്ഞു, ക്ഷമിക്കച്ച, അവളെ കുറ്റം പറയണ്ട, കാരണം അവൾ ആവുന്ന തരത്തിൽ എന്നോട് പറഞ്ഞത് ഇത് ചെയ്യണ്ടെന്ന്. പക്ഷെ ഞാനാണ് ഇതിനെല്ലാം കാരണക്കാരൻ. ഞാൻ അവളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഇത് ചെയ്യിപ്പിച്ചത്. പിന്നെ ശരത്തിന്റെ കാര്യം അറിയാലോ, അവന് നല്ലൊരു ജോലി മേടിക്കണമെന്നും അവന്റെ കുടുംബം അവൻ തന്നെ നോക്കണമെന്നും ഒക്കെ ഒരുപാട് ആഗ്രഹം രേവതിക്കും രേവതിയുടെ അമ്മയ്ക്കും അനീതിക്കൊക്കെ ഉള്ളതല്ലേ. നമ്മളല്ലേ അവർക്കുള്ളൂ. അപ്പൊ ഞാനല്ലേ ഇതിൽ മുൻപിട്ട് നിന്ന് സാധിച്ചു കൊടുക്കേണ്ടത്. അവൻ എക്സാം എഴുതുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഷോക്ക് വല്ലാത്തൊരു ഷോക്ക് തന്നെയായിരുന്നു. അപ്പൊ എങ്ങനെയെങ്കിലും എക്സാം എഴുതിപ്പിക്കാൻ വേണ്ടി പ്രിൻസിപ്പാളിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടി കളിച്ചൊരു ഡ്രാമ. ഇത് വലിയ തെറ്റാണെന്ന് എനിക്ക് പിന്നെ അച്ഛാ മനസ്സിലായത്. പൊറുക്കച്ച, മാപ്പ് താച്ചാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയാണ്, ഏതായാലും സാരമില്ല, പോട്ടെ, ഇത്ര ആയല്ലോ. ഇനി ഇതുപോലെയുള്ള ഡ്രാമയ്ക്കൊന്നും ഇറങ്ങിയേക്കരുതേ. ഡ്രാമ കളിക്കാനായിട്ട് രണ്ടുപേരും കൂടെ വല്ല താല്പര്യമുണ്ട് എന്നോട് പറഞ്ഞാൽ മതി. ഇപ്പൊ ഉത്സവങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നത്, നമുക്ക് അവിടെ ഒരു ഡ്രാമയും നാടകവും ഒക്കെ കളിക്കാന്ന് പറഞ്ഞ് അങ്ങനെ ചിരിപ്പിക്കുകയാണ്. ഏതായാലും സച്ചി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി ചിരിക്കാനൊക്കെ തുടങ്ങി. ഏതായാലും രവീന്ദ്രന് പോട്ടെ, സാരമില്ല, ഇനിയിപ്പം ഇങ്ങനെയൊന്നും ചെയ്യരുത്. എന്തെങ്കിലും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്നെ അറിയിക്കണം, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, പോംവഴി കാണാം എന്നൊക്കെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞ് രണ്ടുപേരെ സമാധാനിപ്പിക്കുകയാണ്. രേവതിനെ സച്ചിനെ പിന്നെ അങ്ങ് രവീന്ദ്രൻ അങ്ങ് സമാധാനിപ്പിച്ച് അവരുടെ ആ ഒരു പ്രശ്നം അവിടെ കൊണ്ട് തീരാണ് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയ്ക്ക് ഭയങ്കര പനി, ചുട്ടുപൊള്ളുന്ന പനി, വിറയ്ക്കാണ്. രാവിലെ എണീക്കാനോ ഡബിങ് സ്റ്റുഡിയോയിൽ പോകാനോ ഒന്നും സാധിക്കുന്നില്ല. അപ്പം ഭയങ്കര പനി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി പറയാണ് ശ്രീകാന്തിനോട്, ശ്രീകാന്തെ ഇന്ന് നീ ജോലിക്ക് പോകണ്ട പ്ലീസ്, ശ്രീകാന്തെ ഇന്ന് നീ എന്നെ നോക്കി ഇവിടെ ഇരിക്കും, എനിക്ക് ഒട്ടും പറ്റത്തില്ല ശ്രീകാന്ത് എന്ന് പറഞ്ഞപ്പോ ശ്രീകാന്തിന് പോയേ പറ്റത്തുള്ളൂ. ശ്രീകാന്തിന് എന്തോ ഓർഡർ ഒക്കെ ഉണ്ട്, എന്തോ ഒരു പാർട്ടി ഓർഡർ ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ അവിടെ റെഡിയാക്കണേ, ശ്രീകാന്ത് ചെല്ലണം. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, പക്ഷെ നീ ഒരു കാര്യം ചെയ്യ, നീ ഇവിടെ ഇരിക്കും, ഇവിടെ രേവതി അടുത്തിയും അതുപോലെ തന്നെ അമ്മയൊക്കെ ഉണ്ടല്ലോ, നിന്നെ നോക്കിക്കോളൂല്ലോ, നീ ഇവിടെ ഇന്ന് ഇരിക്കുക, സാരമില്ല, പോട്ടെ. പനി ആണെന്ന് എനിക്കറിയാം, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം, ഇന്ന് എനിക്ക് പോകാൻ പറ്റത്തില്ല, അതുപോലെ ഓർഡർ ഉണ്ട്, പോകാതിരിക്കാൻ പറ്റത്തില്ല, അതുപോലെ ഓർഡർ ഉണ്ട് രേവതി, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ ഇരിക്കുക, രേവതി നല്ല സോറി വർഷേ, നീ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്തുവാ ശ്രീകാന്ത് ഇത്, ഈ ഒരു അവസ്ഥയിലല്ലേ ഭർത്താവ് ഭാര്യയുടെ കൂടെ കാണേണ്ടത്? എനിക്കും ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ, എന്റെ ഭർത്താവ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്റെ കൂടെ കാണണമെന്നും എന്നെ ശുശ്രൂഷിക്കണമെന്നും ഒക്കെ എനിക്കും ആഗ്രഹമുണ്ട്. മാത്രമല്ല ഞാൻ ഇങ്ങനെ എനിക്കിങ്ങനെ പനിയൊക്കെ വന്നിട്ട് ഇങ്ങനെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മ അതുപോലെയാ നോക്കുന്നത്. ഞാൻ എണീക്കൊന്നുമില്ല, കട്ടിലെ തന്നെ കിടപ്പായിരിക്കും. അപ്പൊ എപ്പോഴും എന്റെ അമ്മ എന്റെ കൂടത്തിൽ ഇരിക്കണതാണ്. ഇപ്പൊ എന്റെ അമ്മയ്ക്ക് പകരം ശ്രീകാന്ത് അല്ലേ എന്റെ കൂടെ ഉള്ളത്. അപ്പൊ ശ്രീകാന്ത് അല്ലേ എന്റെ കൂടെ ഇരിക്കേണ്ടത്, ശ്രീകാന്ത് അല്ലേ എന്നെ നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, ഇപ്പൊ എന്ത് ചെയ്യാനാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ശ്രീകാന്തിനെ പ്രിയ വിളിക്കുകയാണ്. അതായത് നമ്മുടെ റെസ്റ്റോറന്റിന്റെ ഓണർ വിളിക്കുകയാണ്. അപ്പൊ പ്രിയ വിളിച്ചപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, ശ്രീകാന്തെ നീ ഒരു കാര്യം ചെയ്ത് സ്പീക്കറിൽ ഇടും, എനിക്കും കൂടെ കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പൊ സ്പീക്കറിൽ ഇട്ടു. അപ്പോഴത്തേക്ക് ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് നമ്മുടെ പ്രിയ, എന്താണ് ശ്രീകാന്ത് ഇതുവരെ വരാത്തത്, സമയം എത്രയായി, നിനക്ക് ടൈമൊന്നും അറിയത്തില്ലേ, ഇപ്പം റെസ്റ്റോറന്റ് ഓപ്പൺ ആക്കിയിട്ട് എത്ര നേരമായെന്ന് അറിയാമോ, ഇന്നത്തെ തിരക്കും കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാന്നുള്ളതല്ലേ, എന്താ വരാത്തതെന്ന് ചോദിച്ചപ്പോ അത് പിന്നെ മേഡം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇന്ന് വരാനായിട്ട്, കാരണം എന്റെ ഭാര്യയ്ക്ക് പനിയാ, അപ്പൊ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ എങ്ങനെയാ പറഞ്ഞാൽ ശരിയാവുന്നത്, ഇന്ന് ഓർഡർ എടുത്തതല്ലേ, നിന്റെ ഭാര്യയ്ക്ക് പനിയുണ്ടെങ്കിൽ നിന്റെ
കൂട്ടുകുടുംബമല്ലേ, നീ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊരു കൂട്ടുകുടുംബമാണെന്ന്. അവിടെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടല്ലോ നിന്റെ ഭാര്യനെ നോക്കാനായിട്ട്, പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏതായാലും എന്റെ പൊന്നു ശ്രീകാന്ത്, നീ വന്നേ പറ്റൂ. നീ വന്നില്ലെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാകും. നിന്നെ പ്രതീക്ഷിച്ചിട്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ട് ഈ ഓർഡർ ഞങ്ങൾ പിടിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രീകാന്തിന് പോവാതിരിക്കാൻ പറ്റാണ്ട് വരികയാണ്. ശ്രീകാന്ത് അപ്പോഴത്തേക്കും പറയാണ് എങ്കിൽ പിന്നെ ശരി മേഡം വെക്കെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പൊ വർഷ വീണ്ടും പറയുന്നുണ്ട് പോവണ്ട ശ്രീകാന്തെ, പ്ലീസ് പോവണ്ട ശ്രീകാന്തെ, ഞാൻ തന്നെ ഉള്ളു ശ്രീകാന്തെ, എനിക്ക് ശ്രീകാന്ത് ഇല്ലാതെ പറ്റത്തില്ല ശ്രീകാന്തെ, ഹോസ്പിറ്റലിൽ പോകണേൽ ശ്രീകാന്ത് വേണം, എന്റെ ഇപ്പം എന്റെ അടുത്ത് ഇരുന്നില്ല പിന്നെ എപ്പോഴാണ് ശ്രീകാന്ത് എന്റെ അടുത്ത് ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാം മോളെ നീ ഇവിടെ ഇരിക്കുക, അമ്മയുണ്ടല്ലോ, രേവതി അടുത്തി ഉണ്ടല്ലോ, നീ സുഖമായിട്ടിരിക്കുക, ഞാൻ ഏതായാലും വന്ന ഉടനെ തന്നെ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, ഞാൻ പെട്ടെന്ന് വരാം, ഓക്കെ ബൈ ബൈ, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് ഇറങ്ങാണ്. ഏതായാലും വലിയൊരു ഷോക്കായി പോയി നമ്മുടെ വർഷയ്ക്കെന്നല്ല ഏതൊരു ഭാര്യയ്ക്കും ഒരു ആഗ്രഹമുള്ള കാര്യമാണ് ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്ന സമയത്തൊക്കെ സ്വന്തം ഭർത്താവ് കൂടെ വേണം, തന്നെ ശുശ്രൂഷിക്കണം എന്നൊക്കെ ഒരു ഭാര്യയുടെ ആഗ്രഹമാണ്. അത് അവകാശമാണ്. അപ്പൊ അത് കിട്ടാതെ വരുമ്പോ നമ്മുടെ വർഷയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ വർഷ എന്ത് ചെയ്യുന്നത്, വർഷ രണ്ടും കൽപ്പിച്ച് ബാഗും കിടക്കയും പെട്ടിയൊക്കെ ആയിട്ട് നേരെ വീട്ടിൽ പോകാൻ വേണ്ടി റെഡിയാകുക. നമ്മുടെ വർഷയ്ക്ക് അതല്ലാതെ വേറെ നിവൃത്തിയില്ല. ഏതായാലും നമ്മുടെ ശ്രീകാന്തിനെ ഇനി തോപ്പിക്കണമെങ്കിൽ വീട്ടിൽ പോകണം. അങ്ങനെ ബാഗും പെട്ടിയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് രേവതി കണ്ടു. രേവതി ചോദിച്ചു, അല്ല മോളെ വർഷം നീ ഇതെവിടെ പോവാ, നിനക്ക് പനിയാന്നല്ലേ പറഞ്ഞു, ഞാൻ ചുക്ക് കാപ്പി ഉണ്ടാക്കാമായിരുന്നു, ഇപ്പൊ ചുക്ക് കാപ്പി കൊണ്ട് തരാന്ന് പറഞ്ഞപ്പം ഓ വേണ്ട എടുത്തി, ഞാനേ വീട്ടിൽ പോവാ. അതെന്താ നീ പെട്ടിയൊക്കെ ആയിട്ട് വീട്ടിൽ പോകുന്നത്? ഞാൻ വീട്ടിൽ പോവാ, എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല, ഞാൻ എന്തിനാ എടുത്ത് ഇവിടെ നിൽക്കുന്നത്? എന്റെ പൊന്നു രേവതി ചേച്ചി ഒന്ന് ചിന്തിച്ചു നോക്ക്. രേവതി ചേച്ചിക്ക് ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ സച്ചേട്ടൻ രേവതി ചേച്ചിയുടെ പുറകെ നടന്ന് രേവതി ചേച്ചിനെ ഊണ്ണുന്നതും ഊട്ടുന്നതും ഉറക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ. എനിക്കും ആഗ്രഹമുണ്ട് എന്റെ ഭർത്താവ് എന്റെ കൂടെ കാണണമെന്നും എന്നെ ഊട്ടണമെന്നും എന്നെ ഉറക്കണമെന്നും എന്റെ ക്ഷേമവിവരങ്ങളൊക്കെ അന്വേഷിച്ച് എന്റെ കൂടെ തന്നെ ഉണ്ടാകണമെന്നും എന്നെ സ്വാന്തനിപ്പിക്കണമെന്നും സമാധാനിപ്പിക്കണമെന്നും സ്നേഹിക്കണമെന്നും ഒക്കെ. ഈ ഒരു സമയത്തല്ലേ അവരുടെ സ്നേഹം നമുക്ക് ആവശ്യം. പക്ഷേ ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഇവിടെ നിൽക്കാൻ തയ്യാറായില്ല, ശ്രീകാന്ത് പോവുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പോവുക. എന്നെ അത്രയ്ക്ക് കാര്യമായിട്ടൊന്നും ശ്രീകാന്ത് കണ്ടിട്ടില്ല. ശ്രീകാന്തിനെ ഞാൻ എന്റെ ജീവൻ കൊടുത്താണ് സ്നേഹിക്കുന്നത്. ഞാൻ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നത് തന്നെ ശ്രീകാന്തിനോടുള്ള സ്നേഹം കൊണ്ടാ. എന്നെങ്കിലും ഞാൻ എന്റെ വീട്ടിൽ പോയിട്ടുണ്ടോ? അത് ശ്രീകാന്ത് എന്തുകൊണ്ട് മനസ്സിലാക്കണില്ല. അതുകൊണ്ട് ഞാൻ പോവാ, എടുത്തി എനിക്ക് പറ്റില്ല, ഞാൻ പോവാ എന്നും പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്രയും വന്നിട്ട് ഇതെന്താ മോളെ പെട്ടിയൊക്കെ ആയിട്ട് മോളെ എവിടെ പോവാ? അത് പിന്നെ ഞാൻ വീട്ടിൽ പോവാ ആന്റി. വീട്ടിൽ പോവാണെന്നോ? എന്തിനാ നീ വീട്ടിൽ പോകുന്നത്? ഇടി രേവതി, നീ ഇവിടെ വല്ലതും പറഞ്ഞോ? നീ ഇവിടെ വല്ലതും പറഞ്ഞു കാണും, അതായിരിക്കും ഇവിടെ വീട്ടിൽ പോകുന്നത്. അപ്പൊ രേവതി പറഞ്ഞു, എന്തിനാ അമ്മേ വേണ്ടതിനും വേണ്ടാത്തിനൊക്കെ എന്റെ മെക്കിട്ട് കയറുന്നത്? അത് ശ്രുതിയും ശ്രീകാന്തും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായി, അതിനാ അവര് വീട്ടിൽ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, മോളെ നീ വീട്ടിൽ പോവല്ലേ മോളെ, നിനക്ക് എന്താ പറ്റിയത്? നിനക്ക് പനിയല്ലേ? ഞാൻ നിന്നെ നോക്കാലോ. എന്റെ പൊന്നുമോളെ നീ ഇപ്പൊ വീട്ടിൽ പോകുന്ന കാര്യം എന്താ അത് പറ. ശ്രീകാന്ത് നിന്നോട് വഴക്കുണ്ടാക്കിയോ? എന്താ പ്രശ്നം? എന്നോട് ആരും വഴക്കുണ്ടാക്കിയില്ല, എന്നെ ആരും പിടിച്ചു നിർത്താനും വരണ്ട, ഞാൻ പോവാന്ന് പറഞ്ഞാൽ പോവാ. എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, എനിക്ക് എന്റെ വീട്ടിൽ പോകാൻ തോന്നുക. അപ്പൊ പിന്നെ എന്താ, എനിക്ക് എന്റെ വീട്ടിൽ പോകണ്ടേ? ആരും എന്നെ കൂടുതൽ പിടിച്ചു നിർത്താനും വരണ്ടാട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷം അങ്ങ് ദേഷ്യം വന്ന് ഇറങ്ങി പോവാ. ചന്ദ്രയ്ക്ക് അങ്ങ് അയ്യടാന്നു ആയി പോയി കേട്ടോ. കാരണം രേവതിയോട് സമാധാനത്തിൽ നമ്മുടെ വർഷ സംസാരിച്ചതായിരുന്നു, പക്ഷെ ചന്ദ്രനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുക. ഇതേസമയം വീട് ശ്രീകാന്തിനെ കാണിക്കുന്നുണ്ട്. ശ്രീകാന്ത് ആണെങ്കിൽ കുറച്ച് തിരക്കും കാര്യങ്ങളിലൊക്കെയാണ് കേട്ടോ. കാരണം അവിടെ റെസ്റ്റോറന്റിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ശ്രീകാന്തെ, നീ വന്നില്ലായിരുന്നെങ്കിൽ ആകെപ്പാടെ പ്രശ്നമായേനെ. നീ വന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞ ഇത്രയൊക്കെ നല്ലതുപോലെ തന്നെ ഡീൽ ചെയ്യാനായിട്ട് സാധിച്ചത്. അതുകൊണ്ടാണ് നീ വരണമെന്ന് പറഞ്ഞത്. ഏതായാലും നീ ഒരു കാര്യം ചെയ്യ, കുറച്ചു നേരം കൂടെ കഴിഞ്ഞ് നീ പൊക്കോ, നീ ഇതിന്റെ ഭാര്യനെ വിളിച്ച് അന്വേഷിക്കാനൊക്കെ പറയാണ്. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് എന്ത് ചെയ്യുന്നു, നമ്മുടെ വർഷേനെ വിളിക്കാനായിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ ചന്ദ്ര വിളിച്ചിട്ട് പറയാ, നീ നിന്റെ ഭാര്യനെ മര്യാദയ്ക്ക് നിർത്തിക്കോണം. അവളെന്റെ തലയെ കയറുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് കലി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനുണ്ടല്ലോ എന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്തിനാ നീ അവൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് എല്ലാത്തിനും? അഹങ്കാരി എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറ്റിയത്? അവള് ചോദിക്കാനേ പറയാതെ വീട്ടിലേക്ക് ഇറങ്ങി പോയിരിക്കും, അവളുടെ സ്വന്തം വീട്ടിലേക്ക് പെട്ടിയൊക്കെ ആയിട്ടാ പോയിരിക്കുന്നത്. അവൾക്ക് എന്താ അഹങ്കാരം ഇരുന്നിട്ടാ പോയത്? അവൾ എന്നോട് ചൂടായിട്ടാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഞാൻ അവളുടെ അമ്മായിയമ്മയാണെന്നുള്ള ഒരു വിവരം ബോധം അവൾക്കുണ്ടോ? ഇല്ല, സ്വന്തം ഇഷ്ടത്തിൽ നടക്കുകയല്ലേ. നീ ഈ താളത്തിനൊത്ത് തുള്ളിയിട്ടല്ലേ ശ്രീകാന്തെ എന്ന് പറയാ. ഏതായാലും ശ്രീകാന്ത് നോക്കിയപ്പോഴത്തേക്കും ശ്രീകാന്തിന് വല്ലാതെ അങ്ങ് ആയിപ്പോയിട്ടോ. ശ്രീകാന്ത് നേരെ വീട്ടിലേക്ക് വീട്ടിലേക്ക് ചെന്നതും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ നിന്റെ ഭാര്യ പോയി, നിനക്കറിയാലോ. ഇനി അവളുടെ പുറകെ എങ്ങാനും പോയി അവളെ എങ്ങാനും വിളിക്കാൻ നിന്ന് കഴിഞ്ഞാലേ എന്റെ തനിക്കൊണ്ട നീ അറിയും.
അയ്യോ പിന്നമ്മ അവളെ വിളിക്കാൻ വേണ്ടി പോകണ്ടേ, അവൾക്ക് പനിയാ. പനിയാണെങ്കിലേ അവളുടെ വീട്ടിൽ പോയി കാര്യമായി പോയി. ഇതുപോലെ ഭർത്താക്കന്മാര് വഴക്ക് കൂടിയിട്ട് പുറകെ പോയി കഴിഞ്ഞാൽ ഭാര്യമാർക്ക് ഒരു വിലയും ഉണ്ടാകത്തില്ല. നീ അത് മനസ്സിലാക്കിക്കോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളെ വിളിക്കാനൊന്നും പോണ്ട, വിളിക്കാൻ പോയി കഴിഞ്ഞാൽ നാണക്കേടാകുന്നു. ഇത് നമ്മുടെ രേവതി സച്ചിയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സച്ചി ചോദിച്ചു, എന്താ പ്രശ്നം, എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി കാര്യം പറയാണ്, ഇങ്ങനെയാണ് സച്ചേട്ടാ സത്യം പറഞ്ഞാല് ശ്രീകാന്ത് ചെയ്തതും തെറ്റല്ലേ. കാരണം ഇങ്ങനെ ഒരു സമയത്തല്ലേ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ സഹായമൊക്കെ വേണ്ടത്. പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന് എന്താ ഇത്ര ഇതിരിക്കുന്നത്? ഒരാൾക്ക് വയ്യായിക വരുമ്പോൾ ഒരാൾ നോക്കണം, അങ്ങനെയല്ലേ വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചി, അതൊക്കെ ശരിയാണ്, അവരുടെ ജീവിതമായി അവരുടെ പ്രശ്നമായി, നമ്മൾ അതിലെന്നത്തിനാ കൈ കിടക്കുന്നത്? അല്ല സച്ചേട്ടാ, നമ്മളല്ലാതെ പിന്നെ വേറെ ആരാ ശ്രീകാന്തിന് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഏതായാലും അമ്മ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഒരിക്കലും വർഷം ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോകുന്നില്ല, അവരുടെ കുടുംബജീവിതം തകർന്നു പോവുകയുള്ളൂ. അതുകൊണ്ട് ശ്രീകാന്തിനെ ഞാൻ വിളിച്ച് കാര്യം പറയാം, ഞാൻ അവന്റെ അടുത്ത് ചെന്ന് നിന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്കത് മനസ്സിലാകും. അതുകൊണ്ട് ശ്രീകാന്തിനെ ഫോൺ ചെയ്ത് കാര്യം പറയാന്ന് പറഞ്ഞ് നമ്മുടെ രേവതി എന്ത് ചെയ്യുന്നു, ശ്രീകാന്തിനെ ഫോൺ ചെയ്ത് കാര്യം പറയാണ് കേട്ടോ. നീ അമ്മ പറയുന്നൊന്നും കേൾക്കരുത്, നിന്റെ ഭാര്യയാണ്, നീയാണ് തീരുമാനം എടുക്കേണ്ടത്. അവൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോയത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. ഒരു ഭാര്യ ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനെ ഒരു സമയത്ത് ഭർത്താവ് കൂടെ വേണമെന്ന്. അപ്പൊ നിന്റെ തെറ്റല്ലേ മോനെ എന്നും പറഞ്ഞ് നമ്മുടെ ശ്രീകാന്തിനെ രേവതി പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക ഫുൾ വിശേഷത്തിനായിട്ട്. നമ്മളിപ്പം നമ്മുടെ രേവതിയുടെ സച്ചിയുടെ കഥ മാത്രമല്ല കേട്ടോ, നമ്മുടെ നയനയുടെ ആദർശിന്റെയും കഥയും നമ്മളിപ്പം നമ്മുടെ ചാനലിൽ ജിൽജിൽ സിനിമയിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് അലീനയുടെ പ്രമോ വിശേഷവും ഫുൾ വിശേഷവും ഇടുന്നുണ്ട്. അതുപോലെ തന്നെ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് കാറ്റത്തെ കിളിക്കൂടും ഈ പുഴയും കടന്നു വിടുന്നുണ്ട് കേട്ടോ. അപ്പം ആവശ്യമുള്ളവര് ലിങ്ക് എന്നോട് ചോദിച്ചാൽ മതി, തരാട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.